നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇറാനിൽ ഇരട്ട സ്ഫോടനം, 103 പേർ കൊല്ലപ്പെട്ടു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഖാസിം സുലൈമാനിയുടെ ശവകുടീരത്തിന് സമീപമാണ് സ്ഫോടനം. 200-ലധികം പേർക്ക് പരിക്കേറ്റു. ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിന്റെ 4ാം വാർഷിക ദിനത്തിലാണ് സ്ഫോടനം. മിനിറ്റുകളുടെ ഇടവേളയിൽ 2 സ്ഫോടനങ്ങൾ. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുവെന്നാണ് സൂചന. നടന്നത് ഭീകരാക്രമണമെന്ന് ഇറാൻ പ്രതികരിച്ചു. 2020 ജനുവരി 3-ന് അമേരിക്കൻ സൈന്യമാണ് ഖാസിം സൊലൈമാനിയെയും ഇറാഖിന്റെ അർദ്ധസൈനിക വിഭാഗം ഡെപ്യൂട്ടി കമാൻഡറായിരുന്ന അബു മഹദിയെയും വധിച്ചത്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമായിരുന്നു ഡ്രോൺ ആക്രമണം. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണം എന്നാണ് ഇറാന്റെ ആരോപണം. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയർന്നേക്കും. ന്യൂസ് ഡെസ്ക് 24. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ പരമാവധി നേരത്തെ വാക്സിൻ എടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. പല രാജ്യങ്ങളിലും COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം ഡെവലപ്ഡ് COVID-19 വാക്സിൻ എടുക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ആരോഗ്യപരമായ വെല്ലുവിളി നേരിടുന്നവർ പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഗർഭിണികൾ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, രോഗികളായി നേരിട്ട് ഇടപഴകുന്ന ആരോഗ്യ പ്രവർത്തകർ, ക്യാൻസർ ഉൾപ്പെടെ ഗുരുതരമായ രോഗമുള്ളവർ തുടങ്ങിയവർക്കായിരിക്കണം മുൻഗണന. ആരോഗ്യ മന്ത്രാലയത്തിന്റെ സിഹത്തി ആപ്പ് വഴി ബുക്ക് ചെയ്ത് നിശ്ചിത കേന്ദ്രങ്ങളിൽ പോയി വാക്സിൻ എടുക്കാം. നേരത്തെ വാക്സിൻ എടുത്ത് പൂർത്തിയായവർക്കും വികസിപ്പിച്ച COVID-19 വാക്സിൻ എടുക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രതിരോധ മാർഗങ്ങൾ എല്ലാവരും സ്വീകരിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. 24 ജിദ്ദ. സൗദി രാജാവിന്റെ അതിഥികളായി ഇത്തവണ 1000 പേർക്ക് ഉംറ നിർവഹിക്കാൻ അവസരം. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് ഇതിനായി തെരഞ്ഞെടുക്കുക. മദീന സന്ദർശിക്കാനും ഇവർക്ക് അവസരമുണ്ടാകും. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അതിഥികളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000 വിശ്വാസികൾ 2024 ഉംറ നിർവഹിക്കും. രാജാവിന്റെ ഹജ്ജ് ഉംറ പദ്ധതിക്ക് കീഴിലാണ് തീർത്ഥാടകർ സൗദിയിലെത്തുക. ഉംറയ്ക്ക് പുറമെ മദീന സന്ദർശനത്തിനും ഈ തീർത്ഥാടകർക്ക് അവസരമുണ്ടാകും. ഇസ്ലാമിക കാര്യ മന്ത്രാലയം ഇവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, പണ്ഡിതർ, നേതാക്കൾ, വിദ്യാഭ്യാസ വിചക്ഷണർ തുടങ്ങിയവർക്കാണ് ഉംറയ്ക്ക് അവസരം ലഭിക്കുക. തീരുമാനത്തിന് അംഗീകാരം നൽകിയ രാജാവിന് സൗദി മതകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ആലു ഷെയ്ഖ് നന്ദി പറഞ്ഞു. വിശ്വാസികൾക്കിടയിലെ സാഹോദര്യം ശക്തിപ്പെടുത്തുന്നതിനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനും സൗദി ഭരണാധികാരികൾ ചെയ്യുന്ന സേവനങ്ങളുടെ മികച്ച ഉദാഹരണമാണ് ഈ തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ദുബായിൽ വാഹന പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഇനി പുതിയ കമ്പനിക്ക് കീഴിൽ. പാർക്കിൻ എന്ന പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്കായിരിക്കും ഇനി ദുബായിലെ എല്ലാ മേഖലകളിലുമുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുക. ദുബായ് RTA-യും പാർക്കിംഗ് കമ്പനിയും തമ്മിൽ കരാറിലേർപ്പെട്ടു. ദുബായിലെ പൊതു സ്വകാര്യ മേഖലാ പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് ചുമതല ഇനി പുതിയ കമ്പനിക്കായിരിക്കും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ നിയമത്തിലൂടെ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. എമിറേറ്റിൽ പുതിയ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തൽ, ഇവയുടെ നിർമ്മാണം, നടത്തിപ്പ് എന്നിവയെല്ലാം പാർക്കിൻ എന്ന പുതിയ സ്ഥാപനം നിർവഹിക്കും. 99 വർഷത്തേക്കാണ് കമ്പനിക്ക് ചുമതല നൽകിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ സമാനമായ കാലയളവിലേക്ക് കരാർ പുതുക്കും. പുതിയ കമ്പനിയുടെ 100% ഓഹരിയും ദുബായ് ഗവൺമെന്റിനാണ്. പൊതു സ്വകാര്യ സബ്സ്ക്രിപ്ഷനിലൂടെ പൊതുജനങ്ങൾക്ക് പാർക്കിംഗ് കമ്പനിയുടെ ഓഹരികൾ സ്വന്തമാക്കാനുള്ള അവസരം പുതിയ നിയമം നൽകുന്നുണ്ട്. എങ്കിലും എത്ര ശതമാനം എപ്പോൾ വിൽക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സൗജന്യ പാർക്കിംഗ് കേന്ദ്രങ്ങൾക്ക് പുറമെ മണിക്കൂറിൽ 2 മുതൽ 20 വരെ ദിർഹം ഈടാക്കുന്ന പാർക്കിംഗ് കേന്ദ്രങ്ങളാണ് ദുബായിൽ നിലവിലുള്ളത്. 24 ദുബായ്. പുതുവത്സരാഘോഷങ്ങൾക്കിടെ 14,000-ലേറെ പരാതികൾ ലഭിച്ചെന്ന് ദുബായ് പോലീസ്. ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ ജനുവരി 1 രാവിലെ 6 വരെയുള്ള കണക്കാണിത്. 13,000-ലേറെ കോളുകളും എമർജൻസി ഹോട്ട്ലൈൻ നമ്പറിലേക്കാണ് വന്നത്. എല്ലാ പരാതികളിലും അടിയന്തര നടപടി സ്വീകരിച്ചെന്ന് പോലീസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഡയറക്ടർ കേണൽ മുഹമ്മദ് അബ്ദുള്ള അൽ മുഖൈരി അറിയിച്ചു. ജിദ്ദയിലെ ഗുഡ് ഹോപ്പ് ആർട്സ് അക്കാദമിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച. നൃത്ത ഇനങ്ങൾക്ക് പുറമെ പെയിന്റിംഗ്, കാലിഗ്രഫി, ആക്ടിംഗ്, മാർഷൽ ആർട്സ് തുടങ്ങിയ മേഖലകളിലും പരിശീലനം നൽകും. പഠിതാക്കൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. സൗദിയിലെ പ്രവാസികൾക്കും സ്വദേശികൾക്കും വിവിധ കലകളിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിദ്ദയിൽ ഗുഡ് ഹോപ്പ് ആർട്സ് അക്കാദമി രൂപീകരിച്ചത്.
വിവിധ ഇനം നൃത്തങ്ങൾ, പെയിന്റിംഗ്, കാലിഗ്രാഫി, ആക്ടിംഗ്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, മാർഷ്യൽ ആർട്സ് തുടങ്ങിയവയിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകും. ജിദ്ദയിലെ അസീസിയയിൽ അഫ്നാൻ ബുക്ക് സ്റ്റോളിന്റെ മുകളിൽ വിശാലമായ സൗകര്യത്തോടെയാണ് അക്കാദമി പ്രവർത്തിക്കുന്നത്. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് തുടർ പഠനത്തിന് സഹായകരമാകുന്ന രീതിയിൽ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്നും മാനേജിംഗ് ഡയറക്ടർ ജുനേസ് ബാബു ഗുഡ് ഹോപ്പ് പറഞ്ഞു. സൗദിയിൽ തന്നെ ഇതൊരു പുതിയ അനുഭവമാണ്. ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരു ആർട്സ് അക്കാഡമി, കംപ്ലീറ്റ്ലി ലൈസൻസ്ഡായി ഗവൺമെന്റിന്റെ അനുവാദത്തോട് കൂടിയിട്ടുള്ള ഒരു ആർട്സ് അക്കാഡമി. ഇവിടെ നമ്മുടെ നൃത്തം മാത്രമല്ല, അതായത് ആക്ടിംഗ് വർക്ക്ഷോപ്പുകൾ, ഡ്രോയിങ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ സുംബ, അതുപോലെ തന്നെ കരാട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഠിതാക്കൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ മേഖലകളിൽ പരിശീലനം നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. അക്കാദമിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ജനുവരി 5 വെള്ളിയാഴ്ച നടക്കും. ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും. കവി മുരുകൻ കാട്ടാക്കട, സംവിധായകൻ നാദിർ ഷാ, ജയരാജ് വാര്യർ, നടി പാരീസ് ലക്ഷ്മി, നൃത്താധ്യാപിക പുഷ്പ സുരേഷ്, മിമിക്രി താരം നിസാം കോഴിക്കോട്, ഗായകരായ സിയാഉൽ ഹക്ക്, ദാന റാസിഖ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. വിവിധ ഇനം നൃത്തങ്ങളും ലൈവ് ചെണ്ടമേളവും മറ്റു കലാപരിപാടികളും ഉണ്ടാകും. പ്രവേശനം സൗജന്യമാണ്. ഷിബു തിരുവനന്തപുരം, ഡോക്ടർ അബ്ദുൽ ഹമീദ്, പുഷ്പ സുരേഷ്, അൻഷിഫ് അബൂബക്കർ, സുഹേർ, ഉണ്ണി തെക്കേടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജലീൽ കണമംഗലം, 24 ജിദ്ദ. വേൾഡ് മലയാളി കൗൺസിൽ അൽ ഖോബാർ പ്രൊവിൻസ് വുമൻസ് ഫോറം വിന്റർ ബാഷ് എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഷംല നജീബ് അധ്യക്ഷയായി. ഗ്ലോബൽ വുമൻസ് ഫോറം ജോയിന്റ് സെക്രട്ടറി സോഫിയ താജു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കും വനിതകൾക്കുമായി വിവിധതരം മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. ശബരിമലയിൽ അരവണ പ്രതിസന്ധി അതിരൂക്ഷം. ഒരാൾക്കുള്ള അരവണ വിതരണം പരമാവധി 2 ടിന്നാക്കി ചുരുക്കി. പുതിയ കരാർ കമ്പനികൾക്ക് കണ്ടെയ്നറുകൾ എത്തിക്കാൻ കഴിയാതെ വന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ആദ്യം കരാറെടുത്ത കമ്പനികളിൽ ഒന്നിന് നിശ്ചയിച്ച കണ്ടെയ്നറുകൾ സന്നിധാനത്തെത്തിക്കാൻ കഴിയാതെ വന്നതോടെയാണ് പ്രതിസന്ധി ഉണ്ടായത്. കഴിഞ്ഞ ശനിയാഴ്ച പുതിയ 2 കമ്പനികൾക്ക് കൂടി അരവണ വിതരണത്തിനുള്ള കണ്ടെയ്നറുകൾ എത്തിക്കാൻ കരാർ നൽകിയെങ്കിലും ടിന്നുകൾ എത്തിക്കുന്നത് വൈകുകയാണ്. നിലവിൽ ആദ്യത്തെ കമ്പനി എത്തിച്ച കണ്ടെയ്നറുകൾ പൂർണ്ണമായും തീർന്ന മട്ടാണ്. ഇതോടെയാണ് നിലവിൽ ഒരാൾക്ക് 5 വീതം നൽകിയിരുന്ന അരവണ 2ആക്കി വെട്ടിക്കുറയ്ക്കാൻ കാരണം. പ്രതിദിനം 1.5 ലക്ഷത്തിലധികം ടിന്നുകൾ എത്തിയാൽ മാത്രമേ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമാകൂ. നാളെ പുലർച്ചെയോടെ 50,000 ടിന്നുകൾ എത്തിക്കുമെന്നാണ് പുതിയ കമ്പനികൾ ദേവസ്വം ബോർഡിന് നൽകിയ ഉറപ്പ്. മകരവിളക്കിനോടനുബന്ധിച്ച് ഭക്തജനത്തിരക്ക് വർദ്ധിക്കുന്നതിനാൽ നടപടികൾ വേഗത്തിലാക്കാൻ കമ്പനികളോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 സന്നിധാനം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഹോസ്റ്റൽ സമയം രാത്രി 10 മണിയായി വെട്ടിക്കുറച്ചതിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഹോസ്റ്റലിന് മുന്നിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വിസിയോടും രജിസ്ട്രാറോടും സംസാരിച്ചെങ്കിലും അനുകൂല തീരുമാനമായില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. രാത്രി 9 മണിക്ക് തുടങ്ങിയ പ്രതിഷേധം 11 മണിയോടെ അവസാനിപ്പിച്ചു. അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് വിദ്യാർത്ഥികളുടെ മുന്നറിയിപ്പ്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ KSU ഓഫീസ് തീ വെച്ച് നശിപ്പിച്ച നിലയിൽ. SFIയിൽ നിന്ന് യൂണിയൻ പിടിച്ചെടുത്തതിനു ശേഷം KSU യൂണിയൻ നവീകരിച്ച ഓഫീസാണിത്. ക്രിസ്മസ് അവധി കഴിഞ്ഞ് കോളേജ് തുറന്നപ്പോഴാണ് തീയിട്ടത് ശ്രദ്ധയിൽപ്പെട്ടത്. കോളേജ് അധികൃതരുടെ പരാതിയെ തുടർന്ന് കസബ പോലീസ് കേസെടുത്തു. യൂണിയൻ ഓഫീസ് കത്തിച്ചതിൽ പ്രതിഷേധിച്ച യൂണിയൻ ഭാരവാഹികൾ നാളെ രാവിലെ കോളേജിൽ ഏകദിന ഉപവാസം നടത്തും. തൃശൂരിൽ പ്രചാരണത്തിന് തുടക്കമിട്ട് നരേന്ദ്രമോദി. കേരളത്തിൽ BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയ വേദിയിൽ വിവാദ വിഷയങ്ങളിൽ മറുപടി പറഞ്ഞില്ല. കോൺഗ്രസിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും നടത്തിയത് രൂക്ഷ വിമർശനം. സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായില്ലെങ്കിലും സുരേഷ് ഗോപിയെ റോഡ് ഷോയിൽ ഒപ്പം നിർത്തിയും വേദിയിൽ ഒപ്പമിരുത്തിയും പറയാതെ പറഞ്ഞുള്ള പ്രഖ്യാപനം. A ക്ലാസ് മണ്ഡലമെന്ന് BJP കൽപ്പിക്കുന്ന തൃശൂരിൽ നിർണായകമായ വനിതാ വോട്ടർമാർക്ക് മുൻപിൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി. മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്കാവർത്തിച്ച് കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു. हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले. ये सफलता कैसे मिली? मोदी गारंटी. हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए. ये कैसे संभव हुआ? मोदी गारंटी. കേരളത്തിലെ ഇടതു വലതുപക്ഷ മുന്നണികൾ ജനവഞ്ചനയ്ക്ക് പേരുകേട്ടവരെന്ന് മോദി.
സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും പ്രസംഗത്തിൽ പരാമർശം. തൃശൂർ പൂര വിഷയവും ശബരിമലയിലെ തിരക്കും സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയെന്ന് പ്രധാനമന്ത്രി. इन्होंने मंदिरों को, हमारे त्योहारों को भी लूट का माध्यम बना दिया है. त्रिशूलपुरम के साथ जिस प्रकार की राजनीति की जा रही है वो दुर्भाग्यपूर्ण है. सबरीमाला में भी जिस प्रकार की अव्यवस्था सामने आई है, ഇന്ത്യ മുന്നണിക്കും വിമർശനം. इंडी गठबंधन को सिर्फ एक ही काम आता है. इंडी गठबंधन हमारी आस्था पर चोट करता है. इन्होंने मंदिरों को, हमारे त्योहारों को भी लूट का माध्यम बना दिया है. പരാമർശിക്കുമെന്ന് കരുതിയെങ്കിലും പ്രസംഗത്തിലെവിടെയും മണിപ്പൂർ വിഷയം വന്നില്ല. हाल में क्रिसमस के दौरान मुझे दिल्ली में अपने आवास पर क्रिश्चियन कम्युनिटी को होस्ट करने का अवसर मिला. कम्युनिटी के धर्मगुरुओं ने, इंटेलेक्चुअल्स और अचीवर्स ने जो आशीर्वाद मुझे दिया, അർഹമായ വിഹിതം പോലും നൽകാതെ കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേന്ദ്രം തള്ളിവിടുന്നുവെന്ന വിമർശനത്തിനും മറുപടി ഉണ്ടായില്ല. 24 തൃശൂർ. ചലച്ചിത്ര താരം ശോഭന, ഇന്ത്യൻ ക്രിക്കറ്റ് താരം മിന്നു മണി തുടങ്ങിയവരെ വേദിയിലിരുത്തി സ്ത്രീപക്ഷ വികസനം ചർച്ചയാക്കി പ്രധാനമന്ത്രി. പെൻഷൻ വിഷയത്തിൽ സർക്കാരിനെ വെട്ടിലാക്കി ഇടുക്കിയിലെ മറിയക്കുട്ടിയും വൈക്കം വിജയലക്ഷ്മിയും എല്ലാം BJPയുടെ മഹിളാ സംഗമ വേദിയിലെ താരങ്ങളായി. 2:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി 3:15 ഹെലികോപ്റ്റർ മാർഗം കുട്ടനെല്ലൂരിലെത്തി. ഇതിനും എത്രയോ മുൻപ് വൻ ജനാവലി തൃശൂർ നഗരത്തിൽ തടിച്ചുകൂടിയിരുന്നു. ആരവങ്ങൾക്ക് നടുവിലൂടെ സുരേഷ് ഗോപിയെ ഒപ്പം നിർത്തി തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. പുഷ്പവൃഷ്ടികളും ഹിന്ദിയിലുള്ള മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ പ്രധാനമന്ത്രിയെ എതിരേറ്റു. വൻജനാവലിക്ക് നടുവിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹിളാ സംഗമ വേദിയിലേക്ക്. വേദിയിലും സദസ്സിലും വനിതകൾക്ക് പ്രാധാന്യം. പ്രധാനമന്ത്രിക്ക് സ്വാഗതമർപ്പിച്ച് വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനം. ഉടുക്കുകൊട്ടിപ്പാണനലഞ്ഞ നാട്ടിൽ കൂത്തുകൂടിയാട്ടം വിളക്കായി തെളിയുന്നൊരിടത്തേക്കു സ്വാഗതം. വനിതാ ബിൽ പാസാക്കിയ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ച് നടി ശോഭന. With the passing of the Women's Reservation Bill, now so many dreams are set free. Millions of aspirations will now see a fruition. Our young and brilliant minds will be encouraged to stay behind and serve the Navabharat. സ്വാതന്ത്ര്യസമര സേനാനികളായ വനിതകളെയടക്കം ഓർത്തെടുത്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. AV കുട്ടിമാളുവമ്മ, അക്കാമ ചെറിയാൻ, റോസമ്മ പുന്നൂസ് എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞു. AV കട്ടിമാളുവമ്മ, അക്കമ്മ ചെറിയൻ, रोसम्मा पनूस जैसी वीरांगनाओं ने स्वतंत्रता आंदोलन को नई ऊर्जा दी. കേരളത്തിലെ സാക്ഷരതാ ഐക്കണായ കാർത്യായനി അമ്മയെയും ഭാഗീരഥി അമ്മയെയും കുറിച്ചും പരാമർശം. केरला की कात्यायनी अम्मा और भागीरथी अम्मा ने देश को दिखाया कि सीखने की कोई आयु नहीं हो. മഹിളാ സംഗമത്തിൽ പ്രവർത്തകരെ അടിമുടി ആവേശം കൊള്ളിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര. കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരുന്ന വേദിയിൽ ബീന കണ്ണൻ, ഉമാപ്രേമൻ, മറിയക്കുട്ടി, മിന്നുമണി, PT ഉഷ തുടങ്ങിയവരും പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടു. തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുദ്രാവാക്യം പ്രഖ്യാപിച്ച് BJP. 400-ലധികം സീറ്റുകൾ നേടുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്ന മുദ്രാവാക്യമാണ് BJP ദേശീയ നേതൃയോഗം തയ്യാറാക്കിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും. തീസരി ബാർ മോദി സർക്കാർ, അബ്കി ബാർ 400 പാർ. 2024 രാജ്യത്താകെ ഇതാകും BJPയുടെ മുദ്രാവാക്യം. മണിക്കൂറുകൾ നീണ്ട BJP ദേശീയ നേതൃയോഗമാണ് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. 400 സീറ്റുകൾ നേടാനുള്ള ലക്ഷ്യം മുൻനിർത്തിയുള്ള തന്ത്രങ്ങളും യോഗം തയ്യാറാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാൻ അസംബ്ലി, ലോക്സഭാ തലങ്ങളിൽ കൺവീനർമാരെയും കോ കൺവീനർമാരെയും നിശ്ചയിച്ചു.
പാർട്ടിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പ്രസിദ്ധീകരിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള 150ഓളം നേതാക്കളാണ് BJP നേതൃയോഗത്തിന്റെ ഭാഗമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൌരത്വ ഭേദഗതി നിയമത്തിൽ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര സർക്കാരും നടപടികൾ തുടങ്ങി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചട്ടങ്ങൾ പരസ്യമാക്കും എന്നാണ് വിവരം. പൌരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റും ഉടൻ നിലവിൽ വരും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ബിഷപ്പുമാർക്കെതിരായ പ്രസ്താവന മന്ത്രി സജി ചെറിയാൻ തിരുത്തിയതോടെ സർക്കാരിനും സഭാ നേതൃത്വത്തിനുമിടയിലെ പോരിന് അവസാനം. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ പങ്കെടുത്തു. രൂക്ഷ വിമർശനമുയർത്തിയ കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാവ അടക്കമുള്ളവർ വിരുന്നിന്റെ ഭാഗമായി. പ്രതിപക്ഷ നേതാവ് വിരുന്ന് ബഹിഷ്കരിച്ചപ്പോൾ ലീഗിന്റെ രാജ്യസഭാ MP PV അബ്ദുൽ വഹാബ് പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങിലേക്ക് ഗവർണറെ ക്ഷണിച്ചിരുന്നില്ല. ബിഷപ്പുമാർക്കെതിരായ പരാമർശം മന്ത്രി സജി ചെറിയാൻ പിൻവലിച്ചതോടെയാണ് സർക്കാരിനും സഭാ നേതൃത്വത്തിനുമിടയിൽ മഞ്ഞുരുകിയത്. മന്ത്രിക്കെതിരെ വിമർശനമുയർത്തിയ സഭാപ്രതിനിധികളെല്ലാം വിരുന്നിന്റെ ഭാഗമായി. തനിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാവയെ മന്ത്രി സജി ചെറിയാൻ വിരുന്നിനിടെ കണ്ട് സംസാരിച്ചു. KCBC അധ്യക്ഷൻ കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാവയ്ക്ക് പുറമെ ഓർത്തഡോക്സ്, മാർത്തോമ, യാക്കോബായ സഭാപ്രതിനിധികളും പങ്കെടുത്തു. വിരുന്ന് ബഹിഷ്കരിക്കാൻ UDF തീരുമാനിച്ചിരുന്നില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പങ്കെടുത്തില്ല. മുസ്ലിം ലീഗ് MP PV അബ്ദുൽ വഹാബ് മാത്രമാണ് UDFൽ നിന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. സർക്കാരുമായി പോര് തുടരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലസ്ഥാനത്തുണ്ടായിരുന്നെങ്കിലും ക്ഷണിച്ചിരുന്നില്ല. സഭാ നേതൃത്വം BJP പക്ഷത്തെന്ന് വരുത്തി തീർക്കാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിക്കുന്നുവെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി വിമർശിച്ചു. ഏതാനും കാലങ്ങളായിട്ട് ഇവിടുത്തെ ചില നേതാക്കൾ കേരള സഭയെ BJP പക്ഷത്താക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ട്. അവർ പറഞ്ഞത് കേട്ട് ഞങ്ങളെല്ലാവരും BJP ആവുകയോ അതല്ല എങ്കിൽ അവരുടെ പ്രസ്താവനകൾ കേട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ചാഞ്ചാട്ടം ഉണ്ടാവുകയോ ചെയ്യും എന്നാരും വിചാരിക്കേണ്ട കാര്യമില്ല. ക്രൈസ്തവരെ മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അവരുടെ കുഴപ്പമാണെന്ന് ഓർത്തഡോക്സ് സഭയും വിമർശിച്ചു. 24, തിരുവനന്തപുരം. കൊല്ലത്തെ കൗമാര കലാമാമാങ്കത്തിന് അരങ്ങുണരുന്നു. ഉത്സവാന്തരീക്ഷത്തിലാണ് കോഴിക്കോട് നിന്ന് സ്വർണ്ണക്കപ്പ് കലോത്സവ നഗരിയായ കൊല്ലത്തേക്ക് എത്തിച്ചത്. 15 വർഷത്തിനു ശേഷം കൊല്ലത്തിന്റെ മണ്ണിലെത്തിയ സ്വർണ്ണക്കപ്പിന് സ്വീകരണമൊരുക്കാൻ നാട് തന്നെ ഒഴുകിയെത്തി. വിവിധ ജില്ലകളിലെ പ്രയാണത്തിനു ശേഷം ഉച്ചയ്ക്ക് 1:15 സുവർണ കിരീടം കൊല്ലത്തേക്ക്. അതിർത്തിയായ ഏനാത്തും കടന്ന് കുളക്കടയിൽ ധനമന്ത്രി KN ബാലഗോപാൽ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. ബാൻഡുമേളവും താളഘോഷവും അകമ്പടി. വരുന്ന വഴികളിലെല്ലാം പുഷ്പവൃഷ്ടിയും ആർപ്പുവിളിയുമായി വരവേൽപ്പ്. വൈകിട്ട് 6 മണിയോടെ പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്ത് കപ്പെത്തി. പഴിയിടത്തിന്റെ പാചകപ്പുരയിലും പണികൾ തകൃതി. നാളെ മുതൽ കൊല്ലം 24 വേദികളിലേക്ക് ചുരുങ്ങുകയാണ്. ഇനി 5 നാൾ കൊല്ലം കലയുടെ മറുപേരാണ്. 24 കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിധി നിർണ്ണയം കുറ്റമറ്റതാക്കാൻ കർശന നടപടിയെന്ന് മന്ത്രി V ശിവൻകുട്ടി. വിധികർത്താക്കൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കും. മത്സരം തുടങ്ങുന്ന സമയത്ത് മാത്രമേ വിധികർത്താക്കളെ പ്രഖ്യാപിക്കൂ. യോഗ്യതയിൽ തർക്കമുണ്ടെങ്കിൽ വേദിയിൽ വെച്ച് തന്നെ തടസ്സമുന്നയിക്കാമെന്നും മന്ത്രി V ശിവൻകുട്ടി 24നോട് പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന മത്സരം നോക്കുന്നതിന് വേണ്ടി, അത് ജഡ്ജ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ഏറ്റവും യോഗ്യതയുള്ള അധ്യാപകരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലിസ്റ്റ് പോലീസ് വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലാണ്. നമ്മൾ ഒരു വേദിയിൽ അതിൻ്റെ കളി ആരംഭിക്കുമ്പോൾ മാത്രമാണ് ജഡ്ജസിൻ്റെ പേര് പ്രഖ്യാപിക്കും, ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷൻ പ്രഖ്യാപിക്കും. അപ്പോൾ നമുക്ക് ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷൻ മോശമാണെങ്കിൽ അപ്പോൾ തന്നെ ഡിബേറ്റ് ചെയ്യുന്നതിനുള്ള അവകാശം പബ്ലിക്കിനുണ്ട്. അത്ര സുതാര്യമായിട്ടാണ് ഇത് നടത്തുന്നത്. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഈ അധ്യയന വർഷം മുതൽ ഓൺലൈനായി നടത്തുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അനുമതി നൽകിയ ഉത്തരവിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സമയബന്ധിതമായും കൂടുതൽ കാര്യക്ഷമമായും പരീക്ഷ നടത്താനാണ് തീരുമാനമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിൽ വിക്കറ്റ് മഴ. ആദ്യ ദിനം 23 വിക്കറ്റുകളാണ് വീണത്. ഇരു ടീമുകളും ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാക്കിയപ്പോൾ
ഇന്ത്യ 98 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡുമായി നേരിയ മുൻതൂക്കം നേടി. 46 റൺസെടുത്ത വിരാട് കോഹ്ലിയാണ് ഇന്ത്യയ്ക്ക് ആശ്വാസ ലീഡ് സമ്മാനിച്ചത്. ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ഇന്നിംഗ്സ് 55 റൺസിൽ അവസാനിച്ചു. 6 വിക്കറ്റ് എടുത്ത മുഹമ്മദ് സിറാജാണ് ആതിഥേയരെ തകർത്തത്. രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്ക 3 വിക്കറ്റ് നഷ്ടത്തിൽ 62 റൺസ് എന്ന നിലയിലാണ്. 7 വിക്കറ്റ് കയ്യിലിരിക്കെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് മറികടക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇനി 36 റൺസ് കൂടി വേണം. 36 റൺസോടെ എയ്ഡൻ മാക്രവും 7 റണ്ണുമായി ഡേവിഡ് ബെഡിംഗ്ഹാമും ക്രീസിലുണ്ട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.